ഇതുമാര് മേടിച്ചുമാരെ കീശയെ വെച്ചിട്ട് ഒരാഴ്ച 2 ആഴ്ച വെച്ചിട്ട് തിരിച്ചയക്കുന്നൊക്കെ ഇവിടുത്തെ ഏർപ്പാടാ. ഇതുപോലെ ഗൂഗിൾ റിവ്യൂ ഉള്ള വേറൊരു കമ്പനിയാണ്. അതെ, ഇത് അവർക്ക് പ്രോഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് അവരാണ് ക്യാൻസൽ. Hello guys. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കൊരു ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡിൽ നിന്നും ഒരു വേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പം അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അത് വേറെ ഒന്നുമല്ല, അത് നൈക്കിയാണ്. യെസ്, നൈക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ബാഡ് എക്സ്പീരിയൻസ്. നമ്മൾ നൈക്കയിൽ ജൂലൈ 2 കുറച്ച് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തായിരുന്നു. ഏകദേശം 7,000 റുപ്പീസിന് കുറച്ച് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തായിരുന്നു. ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഏകദേശം 10 എക്സ്പെക്റ്റഡ് ഡെലിവറി ഒക്കെ ഇവർ ആപ്പിൽ കാണിച്ചായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം 10 ആവുന്നതിന് ഒരു ദിവസം മുമ്പായപ്പോഴത്തേന് ഇതിന് ഡേറ്റ് മാറിയിട്ട് 14 15 പോസ്റ്റ്പോണ്ടായി. സോ നമ്മൾ ഓക്കെ, ഡെലിവറി ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. കുറച്ച് ദിവസം പോകും. അപ്പോൾ ഇത് 5-6 ദിവസം പോയപ്പോഴേ ആലോചിച്ചു ഇത്ര ദിവസം ഇത്. അതായത് അവർ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡെലിവറി ഡേറ്റ് ആകുമ്പോൾ തന്നെ ഇത് റീഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ ഡെലിവറി ഡേറ്റ് ഇങ്ങനെ പോസ്റ്റ്പോണ്ട് ചെയ്ത് നെക്സ്റ്റ് ഡേറ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് യാതൊരുവിധ അപ്ഡേറ്റും ഇല്ല. ഇതെന്തുകൊണ്ടാണ് ഇത് പോസ്റ്റ്പോണ്ട് ആവുന്നതെന്നോ എന്താണ് ഈ ഡെലിവറിക്ക് ഡിലേ വരുന്നതെന്നോ ഒന്നും യാതൊരുവിധ അപ്ഡേറ്റും നമുക്കില്ല. പക്ഷേ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, ഡെലിവറി പോസ്റ്റ്പോൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഡേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 ഓർഡർ ചെയ്ത സാധനം 15 ആയിട്ടും ഇവർ ആദ്യം ഒരു ഡേറ്റ് മാറ്റി 15 കിട്ടി ഡേറ്റ്. ആ ഡേറ്റ് ആയിട്ടും സാധനം വന്നില്ല. അങ്ങനെ സാധനം വരാനായപ്പോഴത്തേന് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ UK-ലാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് അവരെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളങ്ങനെ ജൂലൈ 14-15 സമയമായപ്പോൾ നമ്മൾ നമ്മുടെ ബ്രദറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അവനെ കൊണ്ട് നാട്ടിൽ നിന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ കസ്റ്റമർ സപ്പോർട്ടിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്, സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയം കൊണ്ടിട്ട് അതുകൊണ്ട് ഓർഡർ ഡിസ്പാച്ച് ആയിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. അതായത് നമ്മൾ 2 ഓർഡർ ചെയ്ത സാധനം നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ഏകദേശം 14-നോ 15-നോ ആണ്. അപ്പോൾ അവർ പറഞ്ഞ റിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം ഇല്ലാത്തതും കൊണ്ട് ഓർഡർ ഡിസ്പാച്ച് ആയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ വിളിച്ച് അങ്ങോട്ട് ചോദിച്ച് നമ്മൾ ഓർഡർ ക്യാൻസൽ ആണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവരെന്തോ പറഞ്ഞ് ഓർഡർ ക്യാൻസൽ ആക്കുവാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കണം, നമ്മൾ 2-ാം തീയതി ഓർഡർ ചെയ്ത സാധനം 2-ാം തീയതി തന്നെ നമുക്ക് മെയിൽ വരികയാണ്, നിങ്ങളുടെ സാധനം എക്സ്പെക്റ്റഡ് ബൈ 10th ജൂലൈ എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. കാരണം നമുക്ക് അവിടെ പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10th ജൂലൈ കാണിക്കുന്നത്. എനിക്കത് മനസ്സിലാവാത്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ മാത്രം അത് നമ്മുടെ ലിസ്റ്റിൽ കാണിച്ചാൽ പോരെ. ഈ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒരിക്കലും ഈ ലിസ്റ്റിൽ കാണിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഓക്കെ പ്രോഡക്റ്റ് സ്റ്റോക്ക് ഉണ്ട്, സോ നമ്മളത് നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ഈ സ്റ്റോക്ക് ഇല്ലാത്തൊരു പ്രോഡക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കാണിച്ച് നമ്മളെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചതിന് ശേഷം യാതൊരുവിധ ഡെലിവറി റെസ്പോൺസോ അപ്ഡേറ്റോ ഒന്നും വരാണ്ടാകുമ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുകയാണ് പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, ഡിസ്പാച്ച് ആയിട്ടില്ല എന്നിങ്ങനെയുള്ള, അതായത് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. അതും പറയുന്നത് 2 ആഴ്ച കഴിഞ്ഞാൽ ആലോചിച്ചു വേണം. 2-ാം തീയതി ഓർഡർ ചെയ്ത സാധനം 16-ാം തീയതി കോൺടാക്ട് ചെയ്യുമ്പോഴാണ് അവരുടെ ഈ റെസ്പോൺസ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ നമ്മുടെ പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രദറിനോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ ഇത് റീഫണ്ട് പ്രോസസ് ആവുമെന്നാണ് അവർ പറഞ്ഞത്. അതായത് നമ്മുടെ ഈ ഓർഡർ അവർ ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് 48 hours-നകം നമ്മുടെ ഈ ക്യാഷ് നമുക്ക് റീഫണ്ട് ചെയ്ത് തരും. ഇങ്ങനെയൊക്കെയായിരുന്നു അപ്ഡേറ്റ്. പക്ഷെ അവൻ വിളിച്ച് ഫോൺ വെച്ചതിന് ശേഷം നമുക്കൊരു മെയിലോ നമുക്ക് ഈ ആപ്പിനകത്തോ ഒന്നും ഓർഡർ ക്യാൻസൽ ആയിരുന്നു മെയിലോ ഒന്നും വന്നില്ല. പക്ഷെ ഈ ഫോൺ വിളിച്ചതിന്റെ ബേസിൽ എനിക്കൊരു ഇമെയിൽ വന്നായിരുന്നു. അതായത് ആസ് പെർ യുവർ കോൺവെർസേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ആ മെയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നിങ്ങളുടെ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യുക എന്നുള്ള രീതിയിൽ എനിക്കൊരു മെയിൽ അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് ക്യാൻസൽ ചെയ്തതായിട്ടാണ് ആ മെയിലിൽ എനിക്ക് കാണാൻ പറ്റിയത്. ശരിക്കും നമ്മുടെ ഭാഗത്തുനിന്നല്ല നമ്മൾ ക്യാൻസലേഷൻ കൊടുത്തത്. ഇത് അവർക്ക് പ്രോഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് അവരാണ് ക്യാൻസൽ ചെയ്തത്. ഇതൊരിക്കലും ആസ് എ കസ്റ്റമർ ക്യാൻസൽ ചെയ്തൊരു സംഭവമല്ല. ഇത് എന്താ പറയുന്നത്, കമ്പനിയുടെ സൈഡിൽ നിന്ന് ക്യാൻസൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഞാനിത് അവർക്ക് അപ്പം തന്നെ മെയിലിൽ റിപ്ലൈ ഞാൻ കൊടുത്തു, ഇത് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല, ഈ സാധനം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് നിങ്ങൾ ക്യാൻസൽ ചെയ്തതാണ് എന്ന രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുത്തു. പക്ഷെ ഒരു റെസ്പോൺസും ഇല്ല, റിപ്ലൈ കൊടുക്കുന്നതിനൊന്നും യാതൊരുവിധ റെസ്പോൺസും ഇല്ല. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, വീണ്ടും ഈ നൈക്കയുടെ ആപ്പിൽ വീണ്ടും എൻ്റെ അതായത് ഈ പ്രോഡക്റ്റിന്റെ ഡെലിവറി അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് വീണ്ടും റീഷെഡ്യൂൾ ആയിട്ടാണ് കാണിക്കുന്നത്.
നമ്മൾ ഈ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 14-15 സമയത്ത് ഈ ആപ്പിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി ഹബ്ബിലെത്തി എന്ന് പറഞ്ഞാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ കൊച്ചി ഹബ്ബ് എന്ന് പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഇത് ആപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കോൺടാക്ട് എന്ന് വെച്ചാൽ കൊച്ചി ഹബ്ബിൽ എത്തിയിട്ട് 2-3 ദിവസമായിട്ട് എന്തുകൊണ്ട് സാധനം നമുക്ക് കിട്ടുന്നില്ലെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് 13 ജൂലൈ 13-14 സമയത്തൊക്കെ കൊച്ചി ഹബ്ബിലെത്തി എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് 2-3 ദിവസം വെയിറ്റ് ചെയ്ത് നമുക്ക് സാധനം വരാത്തത് കൊണ്ടാണ് നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് വരാത്തത്. അപ്പോഴാണ് ഇവർ പറയുന്നത് ക്യാൻസൽ ആയി എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമുക്ക് മനസ്സിലായി ഈ നൈക്കിയെ കൊണ്ടിട്ട് ഒരു പരിപാടിയും നടക്കത്തില്ലെന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെലിവറി പാർട്ട്ണർ ആരാ, എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ അത് നോക്കിയപ്പം ഷാഡോ ഫാക്സ് എന്ന് പറഞ്ഞൊരു ടീമാണ് ഇതിൻ്റെ ഡെലിവറി പാർട്ട്ണർ. അങ്ങനെ ഞങ്ങൾ ഇവരുടെ നമ്പർ ഗൂഗിളിൽ നിന്ന് നോക്കിയെടുത്തു. അപ്പം നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഒരു വാട്സപ്പ് നമ്പറാണ്. ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തപ്പം ഓട്ടോ റിപ്ലൈ നമുക്ക് വന്നത്. എന്നിട്ട് അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത നമ്പർ ഏതാണോ ആ നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ. ഞാൻ ശരിക്കും ഓർഡർ ചെയ്ത നമ്പറിൽ നിന്നാണ് അവർക്ക് വാട്സപ്പ് ചെയ്തത്. പക്ഷേ എനിക്ക് ഒരു ഓട്ടോ റിപ്ലൈ പോലൊരു റെസ്പോൺസാണ് വന്നത്. അവിടെ പ്രത്യേകിച്ച് ഒരു കസ്റ്റമർ സപ്പോർട്ട് ടീമോ ഒന്നുമില്ല നമുക്കൊരു പ്രോപ്പർ റെസ്പോണ്ട് തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഷാഡോ ഫാക്സിൻ്റെ ഗൂഗിൾ റിവ്യൂ പോലും 1.2 സ്റ്റാർ റേറ്റിംഗേ ഉള്ളൂ. അതും എല്ലാവരും ഇതുപോലെ ഗൂഗിൾ റിവ്യൂ ഉള്ള വേറൊരു കമ്പനിയാണ്. അതെ, ഇത് ഫുള്ള് എല്ലാം ഒരു 1 സ്റ്റാർ ഇട്ട് വെച്ചിട്ട് എല്ലാവരും അതെ വെരി പുവർ സർവീസ്, വേഴ്സ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഓരോരുത്തരും വലിയ എസ്സേ ഒക്കെ ഇട്ടിട്ടുണ്ട് അവർക്കുണ്ടായ ഓരോ അനുഭവങ്ങൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഷാഡോ ഫാക്സിനെ വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് അവരിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവരെ കൂടെ തിരക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലിവറി ബോയ്സ് ഇല്ല. അപ്പോൾ ഇവർ ഈ സാധനം ഹബ്ബിൽ വരിക, ഇവർ ഹബ്ബിൽ കുറച്ച് ദിവസം കീപ്പ് ചെയ്തതിന് ശേഷം ഇവർ ഡെലിവറി അറ്റംപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എങ്ങനെ നൈക്കിക്ക്, അതായത് ഇവർ ഡെലിവറി സാധനം വന്നെടുത്തോട്ട് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവർ കാണിക്കുക, 2-3 അറ്റംപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവർ സാധനം തിരിച്ചയക്കുകയാണ്. നമ്മൾ തിരക്കിയ പറഞ്ഞ സംഭവമാണ്. ഇപ്പം ഒരു സാധനം തിരിച്ചയക്കുന്ന പരിപാടി ഇവർ പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യാതെ സാധനം അറ്റംപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവർ തിരിച്ചയക്കുകയാണ്. അതാണ് ഇവർ ചെയ്യുന്ന പരിപാടി. പക്ഷേ ഇവർ അങ്ങനെ വീട്ടിൽ വരികയോ ഒന്നും ചെയ്യുകയോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവരുടെ കയ്യിൽ 4-5 ഇതിനകത്ത് റിവ്യൂ നോക്കിയാൽ മതി. 1 വീക്കായിട്ട് ഹബ്ബിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ റിവ്യൂ ഇട്ടുണ്ട്. ഹബ്ബിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ റിവ്യൂ ഇട്ടേക്കുക. അതായത് ആൾക്കാർ എന്തായാലും ഡെലിവറി അവർ ചെയ്യുന്നില്ലെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇവരുടെ വെയർഹൗസിൽ ഹബ്ബിൽ പോയിട്ട് കളക്ട് ചെയ്യാൻ നോക്കുമ്പോൾ പോലും ഇവരെ ഹബ്ബ് ക്ലോസ്ഡ് ആണ്, ഹബ്ബ് ഓപ്പൺ അല്ല. ഇവർക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ റീച്ചബിൾ അല്ല. ഫിസിക്കൽ അഡ്രസ്സിൽ ചെല്ലുമ്പോൾ അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു കസ്റ്റമർ അവരുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ കസ്റ്റമർ ഇപ്പോൾ അവരുടെ ഹബ്ബിൽ പോയോ അല്ലെങ്കിൽ ഒരു വെയർഹൗസിൽ പോയോ ആ സാധനം വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ അഡ്രസ്സിൽ കൊണ്ട് തരിക എന്നുള്ളത്. അത് കിട്ടാണ്ടാവുമ്പോഴാണ് ആ കസ്റ്റമർ ഡയറക്റ്റ് അവരുടെ ഹബ്ബിൽ പോകേണ്ടി വരുന്നത്. ഒരു കസ്റ്റമറും സാധനം വെറുതെ ഒരു ആവശ്യമില്ലാതെ ആരും മേടിക്കത്തില്ല. എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ഒരു സാധനം ഓർഡർ ചെയ്യുന്നത്. അവർക്ക് ഇന്ന ഡേറ്റിൽ ഒരു പ്രോപ്പർ ഡേറ്റിൽ ആ സാധനം ആവശ്യമുള്ളതായിരിക്കും. ഇത് ഇവന്മാർ മേടിച്ച് ഇവന്മാരെ കീശയെ വെച്ചിട്ട് 1-2 ആഴ്ച വെച്ചിട്ട് തിരിച്ചയക്കുന്നതൊക്കെ എവിടുത്തെ ഏർപ്പാടാണ്? നമ്മൾ വെറുതെ പൈസയും കൊടുത്ത് ഇത് ക്യാഷ് ഓൺ ഡെലിവറി. നമ്മൾ ചെയ്തത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല, നമ്മൾ ഓൾറെഡി പൈസ പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ പൈസ പേ ചെയ്തതാണ്. നമ്മൾ ഷിപ്പിംഗ് ചാർജ് ചെയ്യുന്നത്. ഈ ഷിപ്പിംഗ് ചാർജ് ഡെലിവറി ചാർജ് കൊടുക്കുന്നതിനാണ്. ഇത് വീട്ടിൽ കൊണ്ട് തരാൻ വേണ്ടിയിട്ടല്ലേ. ഇത് ഉമ്മാരെ കയ്യിൽ വെക്കാനാണെങ്കിൽ എന്തിനാ ഇതൊക്കെ മേടിക്കുന്നത്? ഉമ്മാർക്ക് പറ്റത്തില്ലെങ്കിൽ അടച്ചു പൂട്ടിട്ട് പോകണം, എല്ലാവരും എന്തുവാ. പക്ഷേ ഷാഡോ ഫാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കമ്പനിയാണ്. നമ്മൾ നോക്കിയതാണ്, ഇത് ഇന്ത്യ മൊത്തമുള്ള വലിയൊരു കമ്പനിയാണ്. പക്ഷേ നമുക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് മാത്രമേ പ്രശ്നമുള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത്. മറ്റുള്ള സ്ഥലത്തൊന്നും പ്രശ്നമുണ്ടോ നമുക്കറിയത്തില്ല. പക്ഷേ എറണാകുളത്ത് നമ്മൾ ഓർഡർ ചെയ്ത് നമുക്കിങ്ങനെ അനുഭവം ഉണ്ടായി. നമുക്ക് ഈ സാധനം കിട്ടിയേ പറ്റൂ, നമുക്ക് ഈ സാധനം വേണം എന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രദറിനെ കൊണ്ടിട്ട് നമ്മൾ ഇവന്മാരുടെ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്ത് ഇവന്മാരുടെ ഒരു ഹബ്ബിൽ പോയപ്പോൾ അവർ ട്രാക്കിംഗ് ഐ ഡി ചോദിച്ചു. ട്രാക്കിംഗ് ഐ ഡി വെച്ചിട്ട് ഇവർ ചെക്ക് ചെയ്യുന്നു. ഇവർക്ക് ഏത് ഹബ്ബിലാണ് സാധനമുള്ളത്, ആ പോയ ഹബ്ബിൽ സാധനമില്ല, ഏത് ഹബ്ബിലാണ് സാധനമുള്ളതെന്ന് അവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് നമുക്ക് വേറൊരാളുടെ നമ്പർ കിട്ടി, വേറൊരു ഹബ്ബിലുള്ളൊരു പുള്ളിയുടെ നമ്പർ കിട്ടി. ആ പുള്ളി എന്തോ ലീവോ എന്തോ ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം വിളിക്കാൻ പറഞ്ഞു. പക്ഷെ അതൊക്കെ ഒരു വേഴ്സ്റ്റ് നെറ്റ്വർക്ക് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരു നെറ്റ്വർക്കിൻ്റെ അണ്ടറിൽ പോകുമ്പം ആ ഒരു ട്രാക്കിംഗ് നമ്പർ വെച്ച് നോക്കിയാൽ അവർക്ക് പറയാൻ പറ്റണം ഇന്നടുത്ത് ഈ സാധനം ഉണ്ടെന്ന് പറയാൻ പറ്റണം. ഇത് അവരുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റഡ് അല്ലയോ എന്തോന്നും മനസ്സിലാവുന്നില്ല. അതായത് ഒരു ഹബ്ബിൽ പോകുമ്പോൾ അവർക്ക് പറയാൻ പറ്റുന്നില്ല ഇന്ന ഹബ്ബിൽ സാധനം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അവർ അസ്യൂം ചെയ്തിട്ടാണ് പറയുന്നത് ഓക്കെ അവിടെ മേ ബി കാണും, നിങ്ങൾ അവിടെ കോൺടാക്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ സാധനമില്ല. അപ്പോൾ അടുത്ത ആളുടെ നമ്പർ കൊടുത്തു വിടുവാണ്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ എറണാകുളത്തുള്ള എല്ലാ ഹബ്ബിലും നമ്മൾ അന്വേഷിക്കണം ഏത് ഹബ്ബിലെ സാധനം ഒന്ന് ആലോചിച്ച് നോക്കുന്ന അവസ്ഥ. നമ്മൾ 2 ദിവസം കൊണ്ടാണ്, ലാസ്റ്റ് 2 ദിവസം കൊണ്ടാണ് 23-24 ഹബ്ബിൻ്റെ പുറമെ നടന്നിട്ടാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത്.
ശരി ഇവർക്ക് ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്, ഇവർ വെർബലി നമ്മുടെ അടുത്ത് പോയ ബ്രദറിനോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പം ഇപ്പം ഒരുപാട് സാധനം വരുന്ന പോലും അവർക്ക് ഡെലിവറി പാർട്ട്നേഴ്സ് ഇല്ല, അല്ല ഡെലിവറി ബോയ്സ് ഇല്ലാണ്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് വെച്ചാൽ അവിടെ ഹബ്ബിൽ നമ്മുടെ വീഡിയോ ഉണ്ട്, വീഡിയോക്കകത്ത് മൊത്തം ഓൺലൈൻ ആൾക്കാർ ഓർഡർ ചെയ്ത സാധനങ്ങൾ മൊത്തം ഇവർ ഹബ്ബിൽ വന്ന് ഇഷ്ടം പോലെ സാധനം ഇവർ ഹബ്ബിൽ കിടക്കുക. ഇതൊക്കെ ഓരോ ആൾക്കാർ കാശ് കൊടുത്ത് ഓർഡർ ചെയ്തിട്ട് ഇവർ ഹബ്ബിൽ വന്ന് കെട്ടിക്കിടക്കുക. എല്ലാ ആൾക്കാരൊക്കെ ഇന്ന് വരും നാളെ വരുന്നവർ നോക്കിയിരിക്കുവാണ്, ഇവർ ഹബ്ബിൽ സാധനം കെട്ടിക്കിടക്കുക. ശരി ഇവർക്ക് ഇതുപോലെ ഹെവി ആയിട്ട് ബൾക്കായിട്ട് ഓർഡർ വരുന്നു, ഇവർക്ക് ഇത് പ്ലേസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്കെങ്കിൽ ഒരു കാര്യം ചെയ്യാലോ, ഒരു സ്റ്റാഫിനെ നിർത്തിക്കൊണ്ട് ഇന്നതുപോലെ സാധനം ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ഇതിനൊരു പ്രോപ്പർ ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ വന്ന് കളക്ട് ചെയ്തോ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വന്ന് കളക്ട് ചെയ്തോ എന്ന് വിളിച്ചു പറഞ്ഞാൽ അത്യാവശ്യമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് പോയി മേടിക്കും. ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു, ഞങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ട് പോയി മേടിച്ചതിനായിരുന്നു. ഇതിങ്ങനെ ഒന്നും ചെയ്യാതെ ഇവരുടെ കയ്യിൽ മേടിച്ച് വെച്ചിട്ട് ഇവർക്ക് തോന്നിയ പോലെ സർവീസ് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ഈ കാശ് കൊടുക്കുന്നത്. എന്നിട്ട് അതായത് നമ്മുടെ ഭാഗത്തായിരിക്കും കുറ്റം ഇടുന്നത്. അതായത് കസ്റ്റമറിന് കിട്ടിയില്ല, റീച്ചബിൾ അല്ല, അല്ലെങ്കിൽ ഡെലിവറി അറ്റംപ്റ്റ് ചെയ്തു, അത് ചെയ്യാൻ പറ്റിയില്ല എന്ന രീതിയിൽ ഇവർ തിരിച്ച് വെയർ ഹൗസിലായിരിക്കും. അപ്പോൾ അത്രയും നാൾ ഒരു 1 മന്ത് കാത്തിരുന്ന് നമ്മൾ അത്രയും നാൾ കാത്തിരുന്നിട്ട് സാധനം കിട്ടിയില്ല, ഇവരിത് തിരിച്ചയക്കുമ്പോൾ അത് തിരിച്ച് വെയർ ഹൗസിൽ പോകും. അപ്പം നമ്മുടെ ടൈം വേസ്റ്റ്, നമ്മുടെ മണി വേസ്റ്റ്. എന്നിട്ട് അത് വെയർ ഹൗസിൽ എത്തിയിട്ട് അവർ റിവ്യൂ ചെയ്തിട്ട് പിന്നെയും 7 days എടുക്കും, 5 to 7 days എടുക്കും നമുക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ ആ റീഫണ്ടിന് വേണ്ടി കാത്തിരിക്കുക. ഇതൊക്കെ എന്ത് ടൈപ്പ് ഓഫ് സർവീസസ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ക്വസ്റ്റ്യൻ നൈക്കയോടാണ്. നിങ്ങൾ ഇത്രയും വലിയ ബ്രാൻഡാണ് നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു നല്ലൊരു സർവീസ് പാർട്ട്ണറിനെ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല? ഞാൻ ഇതിന് മുന്നേ നൈക്കയിൽ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ള ആളാണ്, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ അവരുടെ ഈ ഡെലിവറി പാർട്ട്ണറിന്റെ ലിസ്റ്റിൽ ഇങ്ങനൊരു വേസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീമും ഉണ്ടെന്നുള്ളത് എവിഡന്റ് ആണ്. ഈ കേസിൽ നൈക്കിക്ക് ഉറപ്പായിട്ടും അറിയായിരിക്കും ഇങ്ങനെയാണ് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് ഒക്കെ കംപ്ലൈന്റ് ചെയ്യുമായിരിക്കുമല്ലോ, ഇവർക്ക് സാധനം കിട്ടിയില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ തന്നെ 4-5 വട്ടം നൈക്കിയെ കോൺടാക്ട് ചെയ്തു, ഇതുപോലെ പല ആൾക്കാരും കോൺടാക്ട് ഉണ്ടായിരിക്കും. ഇവർ എന്തുകൊണ്ട് ഇവരെ മാറ്റാതെ വെച്ചേക്കുന്നു, വീണ്ടും ഇവർക്ക് തന്നെ കൊടുക്കുന്നു? ഇങ്ങനെയൊക്കെയാണോ ഒരു കസ്റ്റമറിനോടൊക്കെ ഇവർ ചെയ്യേണ്ടത്? ഇവർക്ക് പറ്റത്തില്ലെങ്കിൽ അടച്ചു വിട്ടിട്ട് പോകുക, അത്രേ ഉള്ളൂ. ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് എന്താണ് ഇവർ റീസൺ എന്ന് അറിയത്തില്ല. ഈ ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രമാണ് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്ത് ഇങ്ങനെ ചിലപ്പം ഒരുപാട് സാധനം ബൾക്കായിട്ട് വന്നു കൊടുക്കാൻ ആളില്ല, ഓക്കെ ആണെങ്കിൽ ഈ ഒരു ടൈമിലാണ് പ്രശ്നമെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഷാഡോ ഫാക്സിന്റെ എറണാകുളത്തുള്ള ഒരു ഗൂഗിൾ റിവ്യൂ പോലും നല്ല റിവ്യൂ ഇല്ല. അപ്പം എന്താണ്, ഇവർ പ്രോപ്പറായിട്ട് ഇത് തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിൽ നല്ല റിവ്യൂ വരണ്ടായോ? ഒരു 10 എടുത്താൽ ഒരു നല്ല റിവ്യൂ എങ്ങനെ വരണ്ടായോ? ഇത് റയറായിട്ട് 1-2 ആണ്ട ഒരു 5 സ്റ്റാർ ആണ്ട ഉള്ളതുണ്ട്, ബാക്കിയുള്ള റിവ്യൂ മൊത്തം ബാഡ് ഇവരെ കുറിച്ച് ബാഡ് അഭിപ്രായം മാത്രമേ ഉള്ളൂ ആൾക്കാർക്ക്. ഇങ്ങനെയാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരാൾക്കാർക്ക്? നമ്മളെല്ലാ ആൾക്കാരും ഇതുപോലെ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ സാധനം ഇന്ന് വരും നാളെ വരും നോക്കിയിരിക്കുക. ഇങ്ങനെയാണോ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത്? നമ്മൾ നല്ലപോലെ കഷ്ടപ്പെട്ടാണ് നമുക്ക് ഈ സാധനം കിട്ടിയത്. സത്യം പറയാമല്ലോ, നമ്മൾ ലാസ്റ്റ് ആ ഡെലിവറി കിട്ടിയ സമയത്ത് ഒരു 2-3 ദിവസം നമ്മൾ ഇതിന്റെ പുറകിൽ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ അത്യാവശ്യക്കാരായിരുന്നു, വീണ്ടും ക്യാൻസൽ ആക്കിയിട്ട് വീണ്ടും ഓർഡർ ചെയ്ത് നമുക്ക് ഈ സാധനം വീണ്ടും കൊണ്ടുവന്നിട്ട് നമുക്ക് ടൈം കളയാനില്ല, സ്പെൻഡ് ചെയ്യാനെ കൊണ്ടില്ല. അതുകൊണ്ടാണ് നമുക്കിത് എന്തായാലും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൽ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസിന് നിങ്ങൾ വാല്യൂ കൊടുക്കണം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നടത്തരുത്, നിങ്ങൾ നിർത്തുക. അത് ഈ ജോലി അറിയാവുന്ന ആൾക്കാർ ചെയ്തോട്ടെ. ഇത് എന്തായാലും പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യുന്ന ഒരുപാട് ടീംസ് വേറെ ഉണ്ടാവുമല്ലോ, അവർ ചെയ്തോട്ടെ ഈ ജോബ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ദയവ് ചെയ്ത് ചെയ്യരുത്. കാരണം നമ്മളെ പോലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഓൺ ടൈമിൽ കിട്ടണമെന്നും. അതെ, ഇപ്പൊ എല്ലാവരും ഓൺലൈനിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്, ഓൺലൈനിൽ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത്. അതെ, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിന് സാധനം എത്തിക്കുക. ഇങ്ങനെയിട്ട് ലാഗ് വരുത്തരുത്, ഇങ്ങനെ കസ്റ്റമേഴ്സിനെ ഡിസപ്പോയിൻറ്റഡ് ആക്കരുത് ദയവ് ചെയ്ത്. അപ്പം നമുക്കുണ്ടായ ഈ വന്ന കാലത്ത് ഓൺലൈൻ ഷോപ്പിങ്ങിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓൺലൈൻ ഡെലിവറിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണിപ്പം. ഇപ്പം എല്ലാവരും ഇതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അപ്പം ഇങ്ങനത്തെ ഒരു കാലത്തിൽ നമുക്ക് ഇങ്ങനൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ അതിനു വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തതാണ്.
അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നിങ്ങൾ ഇനിയും നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.